ആയിരങ്ങൾ അണിനിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഡേ മാർച്ച് ആവേശമായി. സ്വപ്നങ്ങൾക്ക് കരുത്തു പകർന്നുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇനിയും അതിന്റെ ഇന്ത്യ രാജ്യത്തെ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലയിലെ പ്രവർത്തകരും വോളണ്ടിയർമാരും അണിനിരുന്ന മാർച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ ജനശക്തി വിളിച്ചോതുന്നതായിരുന്നു. മുൻനിരയിൽ 33 പേരടങ്ങുന്ന പ്ലാറ്റൂണുകളുമായിട്ടായിരുന്നു യൂണിറ്റ് മാർച്ച്. ചിട്ടയായി നീങ്ങിയ മാർച്ചിൽ നീല യൂണിഫോം ധാരികളായ ആയിരക്കണക്കിന് വോളണ്ടിയർമാർ അണിനിരന്നു. ബാൻഡ് വാദ്യ സംഘത്തിന്റെ താളത്തിനൊത്ത് ചിട്ടയായി അവർ മാർച്ച് നടത്തി. മാർച്ചുകൾക്ക് പുറകിലായി നക്ഷത്രാങ്കിത മൂവർണ്ണ പതാകകളുമായി ആയിരക്കണക്കിന് പ്രവർത്തകർ പ്രകടനമായി നീങ്ങി. ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരായ താക്കീതായി മാർച്ചിനെ ഇവർ മാറ്റി. മഹാത്മാഗാന്ധിയെ വധിച്ചവരെ വരെ ദേശസ്നേഹികളാക്കുന്നവർക്കെതിരായ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഇവർ മുന്നേറി. മോദി സർക്കാർ ഭരണത്തിനെതിരായും പോലീസിന്റെ കാടത്തത്തിനെതിരായും ഇവർ മുദ്രാവാക്യങ്ങൾ മുഴക്കി. രാജ്യത്തെ വർഗീയവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായും ഇവർ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധിച്ചു. രാജ്യത്തുടനീളം മുസ്ലിം സമുദായത്തിനെതിരായി ഉയർന്നുവരുന്ന അതിക്രമങ്ങളിൽ ഇവർ ആശങ്ക ഉയർത്തി. മോഡി സർക്കാരിന്റെ ആഗോള പ്രീണന നയങ്ങൾക്കെതിരായ മുദ്രാവാക്യങ്ങളും ഇവർ മാർച്ചിൽ ഉയർത്തി. മഞ്ഞക്കുളം പള്ളി പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചും ജാഥയും ശകുന്തള ജംഗ്ഷൻ, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, GB റോഡ്, സുൽത്താൻപേട്ട വഴി കോട്ട മൈതാനത്ത് സമാപിച്ചു. മാർച്ചും ജാഥയും ഒരു പോയിന്റ് കടന്നുപോകാൻ മണിക്കൂറുകളെടുത്തു. മാർച്ചും പ്രകടനവും സമാപിച്ച ശേഷം കോട്ട മൈതാനത്ത് നടന്ന പൊതുസമ്മേളനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി ജിന്ന ഉദ്ഘാടനം ചെയ്തു. யாவருக்கும் துல்லிய நீதியும் துல்லிய அவகாசமும் உள்ள ஒரு இந்தியாவை கட்டுப்படுத்துதல் கட்டியமைத்தல் என்ற லட்சியத்தின் வேண்டி சுகதாக்களை கொண்ட ரத்த சாட்சிகளை கொண்ட இயக்கம் பாப்புலர் ஃப்ரண்ட் ஆஃப் இந்தியா. எனவே பாப்புலர் ஃப்ரண்ட் ഒരിക്കലും ഈ വഴിയിലിருந்து പിന്മാറുകയില്ല. എല്ലാ തടസ്സങ്ങളെയും സതികളെയും തകർത്ത് അത് മുന്നേറുക തന്നെ. ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. പോപ്പുലർ ഫ്രണ്ട് ഡേയുടെ ഭാഗമായി പാലക്കാടിന് പുറമെ കൊല്ലത്തും യൂണിറ്റ് മാർച്ച് നടക്കുന്നുണ്ട്.